നമ്മളുടെ ചാനലിൻ്റെ പേര് ആഷിഖ് ഷാമി എന്നാണ്. എൻ്റെ ഇക്കടയും പേര് വെച്ചൊരു ചാനൽ തുടങ്ങിയതാണ്. കുറച്ച് നാളുകൊണ്ട് ഒരു ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നടന്നില്ല. ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി 2-3 ദിവസമായി. അപ്പോൾ നമ്മൾ കുറച്ച് 2-3 വീഡിയോ അപ്ലോഡ് ആക്കി. അപ്പോൾ അതിന് നല്ല വ്യൂസ് 1K 1.5K ഒക്കെ വന്നു. അപ്പോൾ നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും വ്യൂസും കുറച്ച് ലൈക്കാണെങ്കിലും നമുക്കത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒക്കെ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശംഖുമുഖത്ത് ഇങ്ങോട്ടെങ്കിലും പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ 2 പേപ്പർ എഴുതിയിട്ടുണ്ട്. 2 പേപ്പറിൽ ഒന്ന് ഞാൻ സിനിമയിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, ഒന്ന് ശംഖുമുഖം എന്ന് എഴുതിയിട്ടുണ്ട്. ഒക്കെ ഇത് ഏത് സെലക്ട് ചെയ്യുമെന്ന് നോക്കാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇക്ക കൊണ്ടുപോകും. പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യെ കൊണ്ട് ഇത് സെലക്ട് ചെയ്യിക്കാം. ഓക്കെ ഇക്ക, ഇക്ക പറഞ്ഞിരുന്നില്ലേ ഇന്നലെ പുറത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഒരു പേപ്പറിൽ ഒന്നിൽ സിനിമയെന്ന് എഴുതിയിട്ടുണ്ട്, ഒന്നിൽ ശംഖുമുഖം എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക ഇരുന്നൊന്ന് സെലക്ട് ആക്കുക. ആ സ്ഥലം ഇപ്പോൾ ശംഖുമുഖമാണെങ്കിൽ ശംഖുമുഖത്ത് കൊണ്ടുപോവുക, സിനിമയാണെങ്കിൽ സിനിമ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സെലക്ട് ആക്കി വെക്കാം. സിനിമ അല്ലേ ഇത്? ശംഖുമുഖം എഴുതിയതുകൊണ്ടാണ് സിനിമ. ഇക്ക സെലക്ട് ആക്കിയത് സിനിമയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഷാമിയുടെ ഇഷ്ടപ്രകാരം നമ്മൾ ശംഖുമുഖം മാറ്റി സിനിമ ആക്കി. നമ്മൾ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നെടുമങ്ങാട് തിയേറ്ററിലെ ടിക്കറ്റ് ഒക്കെ ഫുള്ളാണ്, പോയി എടുക്കാൻ പറ്റൂല. ബുക്ക് ചെയ്താലേ നമുക്ക് ടിക്കറ്റ് ഇപ്പോൾ കിട്ടുള്ളൂ, ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി, ഞാനും ഷാമിയും മോനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒപ്പം സമയം 9 മണിയായി. നമ്മളിപ്പോൾ ഇറങ്ങും. 9:30ക്കാണ് ഷോ. ഓക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ റിവ്യൂ പറയാം. കാരണം വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണണം. 1 ടൈം വാച്ചബിൾ ആണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം. പിന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല, കാരണം അത്രയ്ക്ക് ഒരു പേടിക്കുന്ന സീനുണ്ട്. പിന്നെ പെട്ടെന്ന് ഞെട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കൊച്ചു കുട്ടികൾ. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് സൂപ്പറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്, എനിക്കത് വർക്കായി. പിന്നെ ഡയറക്ഷൻ അടിപൊളി, മേക്കിങ്, അതുപോലെ സൗണ്ട് പെർഫെക്ഷൻ, ഇതെല്ലാം നല്ല സൂപ്പർ മൂവി ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒരു വെറൈറ്റി ഹൊറർ ചിത്രം. ഓക്കെ, ഇനി നമ്മളെ ചാനലിനെ പറ്റി, അതായത് സപ്പോർട്ട് ചെയ്യാനും ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് താങ്ക്സ്. ഇനി എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ കുറച്ച് ദിവസം ആയുള്ളൂ തുടങ്ങിയിട്ട്. നല്ല ഒരു റെസ്പോൺസാണ് എല്ലാവരെയും നമുക്ക് കിട്ടിയത്. എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും എല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയും വീഡിയോ ആയിട്ട് വരാം. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.